എന്തോ ഒരു നിമിത്തം പോലെ എന്നെ കണ്ടയുടൻ പൂജ ചെയ്യുന്നത് കാണണോ എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു. മുകളിലേക്ക് കയറി വരാനും പറഞ്ഞു. कृष्णाय भूतले श्रीमते भक्तिवेदांत स्वामिनिति नामिने नमस्ते सरस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्यदेशतारिणे नमो विष्णुपदाय कृष्णप्रस्थाय भूतले ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിതി നാമിനെ. നമ്മളെ യാത്ര തുടങ്ങുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് പറഞ്ഞ പോലെയാണ് ഇന്നത്തെ കാര്യം. ഇന്നിപ്പോൾ ശരിക്കും ഞാൻ സൗപർണിക നദീൻ്റെ അടുത്തേക്ക് വന്നതാണ്. പക്ഷേ സൗപർണിക നദീൻ്റെ അടുത്തേക്ക് വന്ന് ഞാൻ അവിടുന്ന് ഒരു സ്വാമിയെ പരിചയപ്പെട്ടു. അപ്പോൾ സ്വാമി പറഞ്ഞിങ്ങനെ ഗരുഡ ഗുഹ എന്നുള്ള വളരെ പഴക്കമുള്ളൊരു ഗുഹയുണ്ട്. നമ്മുടെ സ്വാമിയാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ സ്വാമി ഇങ്ങനെ പറഞ്ഞത് പ്രകാരം ഇവിടെ ഇങ്ങനെ ഒരു പൂജ ചെയ്യുന്നുണ്ട്. പക്ഷെ പൂജ ചെയ്യുന്നത് നമ്മുടെ നാട്ടുകാരനല്ല, വിദേശിയാണ്. അപ്പോൾ വിദേശിയായ അദ്ദേഹം പൂജാരി വന്ന് പൂജ ചെയ്യും എന്ന് പറയുന്നതും ആ വിദേശി പെട്ടെന്ന് ഇങ്ങോട്ട് വരികയും പൂജയ്ക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്തേക്ക് കയറുകയും ഉണ്ടായി. അപ്പം അതിനെ തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് നേരിട്ട് കാണാം. ഇതിനാളെക്കാളും നന്നായി അക്ഷരസ്ഫുടതയോടും കൃത്യതയോടും കൂടി ഇറ്റലിക്കാരനായ സായിപ്പ് മന്ത്രങ്ങളും സ്തോത്രങ്ങളും ചൊല്ലുന്നത് കേട്ടപ്പോൾ എനിക്ക് ശരിക്കും ആശ്ചര്യം തോന്നി. क्षीरं यथा दधि विकार विशेष जोगात् संजायते नैततः पृथगस्ति हेतुम् यशम्भुतम् अपि ततः समुपैति कार्यात् गोविन्दमादिपुरुषं तमहं भजामि. എത്ര അക്ഷരസ്ഫുടതയോട് കൂടിയിട്ടാണെന്ന് ഓരോ ശ്ലോകങ്ങളൊക്കെ ചെല്ലുന്നത്. ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. ഇങ്ങനത്തെ ഒരു കാഴ്ച എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. അത് മാത്രമല്ല അദ്ദേഹം എന്നെ നേരിട്ട് വിളിച്ച് ഈ പൂജ ചെയ്യുന്നത് കാണാൻ വേണ്ടി ക്ഷണിക്കുകയും ചെയ്തു. അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ വാങ്ങിച്ചത്. ഏതായാലും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. कथागानं नत्यं गमनमपि वंशी प्रियाशकीम् शीलानन्दं ज्योति परमपि तदस्वाद्यमापि च सा यत्र